ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ കാലത്തും ശിഷ്യന്മാരുടെ കാലത്തും വളരെ എതിർക്കപ്പെട്ട ശുശ്രൂഷയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് പറയാനുണ്ടോ? ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കും. പക്ഷെ യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇതുണ്ട്. ഇതൊരു സത്യമാണ്. കണ്ണുകൊണ്ട് കാണുന്നതേ തെളിവുള്ളതേ മനുഷ്യനും ശാസ്ത്രവും വിശ്വസിക്കുന്നുള്ളൂ. അന്നത്തെ ശാസ്ത്രിമാർ പറഞ്ഞു യേശു കർത്താവ് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു കൃപയില്ല. അവർക്ക് പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ, പ്രസംഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. ശുശ്രൂഷ പൂർണ്ണമാകണോ? യേശു കർത്താവ് തിരഞ്ഞെടുത്തു തന്നോടുകൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിനയപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ. ഇത് മൂന്നും വേണം എങ്കിൽ ശുശ്രൂഷ പൂർണ്ണമാകും. ഓരോ കുടുംബങ്ങളിലെയും ആൾക്കാരെ തകർക്കുന്ന, മദ്യപാനത്തിലും രോഗത്തിലും അസ്വസ്ഥതയിലും വിട്ട് തകർക്കുന്ന ബലവാനെ പിടിച്ചു കെട്ടണം. ദൈവാത്മാവിനാൽ, കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവനാൽ, പ്രാർത്ഥിക്കുന്നവനാൽ, കർത്താവിനാൽ അഭിഷേകം ലഭിച്ചവനാൽ പിടിച്ചു കെട്ടി കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണം.